ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ നമ്മൾ ഈ വർഷം കീം എക്സാം എഴുതാൻ പോകുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ വളരെ സ്പീഡിൽ ഞാൻ പറഞ്ഞു പോവാം. അപ്പോൾ ഇത് നമ്മൾ നിങ്ങളുടെ പ്രോസ്പെക്ടേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റ് വിട്ടു പോവുകയോ കാണാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് വരുന്നത്. അപ്പോ അതില് നമുക്ക് എക്സാമിനേഷൻ സെന്റർ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അഡ്മിറ്റ് കാർഡ് വന്നതിന് ശേഷം നിങ്ങളുടെ സെന്റർ ഏതാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ എക്സാമിനേഷൻ സെന്ററിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അതായത് 2 hours prior ആയിട്ട് നിങ്ങൾ എക്സാമിനേഷൻ സെന്ററിൽ നിർബന്ധമായിട്ടും റിപ്പോർട്ട് ചെയ്തിരിക്കണം. എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാതിരുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എക്സാം എൻറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ എക്സാമിനേഷൻ ഹാളിലേക്ക് പിന്നെ നിങ്ങളെ പെർമിറ്റ് ചെയ്യില്ല. അപ്പൊ ആ ടൈമിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എത്തണം. എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ അധികം പ്രൊസീജിയേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേഷ്യൽ ഇമേജ് ക്യാപ്ചറിങ്, അതിന്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ലാബിലേക്ക് അല്ലെങ്കിൽ ഏത് ഹാളിലാണോ എക്സാം നടക്കുന്നത് അവിടേക്ക് നിങ്ങൾ പോകുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക, എക്സാമിനേഷൻ സെന്ററിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം. ഇനി നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സീറ്റ് നമ്പർ അലോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ലോഗിൻ സ്ക്രീനിന്റെ ലെഫ്റ്റ് ബോട്ടം കോർണറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള സീറ്റ് നമ്പറും അതേപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സീറ്റ് നമ്പറും സെയിം ആണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അവിടെ ഇരിക്കുക. ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിന് ചേഞ്ച് ചെയ്ത് പോകാനായിട്ട്, അതായത് നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള നമ്പർ ആണ്, രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾ ഇരിക്കണം. നിങ്ങൾക്ക് വേറെ സീറ്റ് മാറിയിരിക്കാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പൊ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ വേണ്ടത്? അഡ്മിറ്റ് കാർഡ് നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓതറൈസ്ഡ് ഫോട്ടോ ID, അതേപോലെ തന്നെ സിമ്പിൾ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ബോൾ പോയിന്റ് പെൻ. ഓക്കെ, ഇനി ഇതില് നമുക്ക് നമ്മുടെ ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ പ്രൂഫ് ഒറിജിനൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടേഴ്സ് ID, 12th ക്ലാസ് ബോർഡ് അഡ്മിറ്റ് രജിസ്ട്രേഷൻ കാർഡ്, പാസ്പോർട്ട്, ഫോട്ടോഗ്രാഫ് ഉള്ള ആധാർ കാർഡ് അല്ലെങ്കിൽ റേഷൻ കാർഡ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ നിർബന്ധമായിട്ടും ഒറിജിനൽ കയ്യിലുണ്ടായിരിക്കണം. അപ്പൊ ഇത് ഏതെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ നമ്മൾ അറ്റൻഡൻസ് ഷീറ്റ് ഉണ്ടാവും, അതിൽ നിങ്ങൾ സിഗ്നേച്ചർ ഇടുകയും വേണം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നേരത്തെ തന്നെ എടുത്തു വെക്കുക. ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞു. ഇതേപോലെ നമുക്ക് എക്സാമിനേഷൻ ഹാളിലേക്ക് എന്തെല്ലാം കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതും കൂടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പെൻസിൽ, ഇറേസർ, പേപ്പർ, ബുക്ക്, നോട്ട്, ലോക്ക് ടേബിൾ, പെൻസിൽ ബോക്സ്, കറക്ഷൻ ഫ്ലൂയിഡ്, അതേപോലെ തന്നെ നിങ്ങൾ കാൽക്കുലേറ്റർ, ഡിജിറ്റൽ വാച്ച്, ക്യാമറ, പെൻ, ഇങ്ങനെയുള്ള ഒന്നും തന്നെ അലൗഡ് അല്ല. ബ്ലൂടൂത്ത് ഫോൺ അതൊന്നും പിന്നെ അലൗഡ് അല്ല. പക്ഷെ ചില കുട്ടികളെങ്കിലും അറിയാതെ പെന്നിന്റെ കൂടെ പെൻസിലോ ഇറേസറോ ഷാർപ്നറോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കയ്യിൽ വെക്കുകയാണെങ്കിൽ, ഈവൺ ഒരു പെൻസിൽ ബോക്സ് പോലും ക്ലാസ്സിലേക്ക് അലൗഡ് അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള റെഫ് ഷീറ്റ് കാര്യങ്ങളൊക്കെ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഒന്നും അലൗഡ് അല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിജിറ്റൽ വാച്ച്. നോർമലി ഡിജിറ്റൽ വാച്ച് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ദിവസവും അറിയാതെ ആ വാച്ച് തന്നെ ഇട്ടിട്ട് പോകുന്ന സംഭവങ്ങളുണ്ടായി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഡിജിറ്റൽ വാച്ച് അല്ല യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കുക. അപ്പൊ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. മറ്റൊന്നും തന്നെ, ഈ പറഞ്ഞ ഒന്നും തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഇനി നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിങ്ങൾക്ക് റഫ് വർക്ക് ചെയ്യാനുള്ള പേപ്പർ ഷീറ്റ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും. അതിനകത്ത് നിങ്ങൾ റോൾ നമ്പറും അതേപോലെ തന്നെ നിങ്ങളുടെ പേരും പേപ്പറിന്റെ മുകളിൽ എഴുതി സിഗ്നേച്ചർ ഇടണം. നിങ്ങളുടെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് ഇൻവിജിലേറ്ററിന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. ഒരു തരത്തിലുള്ള അൺഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ ചെയ്യരുത്. നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആവും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ജസ്റ്റർ പോലും അല്ലെങ്കിൽ ഒരു കൺവെർസേഷൻ നടത്തിയോ എന്തെങ്കിലും ഒരു ജസ്റ്റർ ഇൻവിജിലേറ്ററിന് അതൊരു മാൽ പ്രാക്ടീസ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ നിങ്ങൾ നിൽക്കരുത്.
പിന്നെ ഇനി കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുവാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ തന്നിട്ടുണ്ടാവും, ഒരു മൗസ് തന്നിട്ടുണ്ടാവും. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ മൗസ് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാളിലുള്ള ഇൻവിജിലേറ്ററോട് അത് പറയാം. അത് ഇമ്മീഡിയറ്റ്ലി അത് നിങ്ങൾക്ക് മാറ്റിത്തരും, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ടൈം നഷ്ടപ്പെടുവാണെങ്കിൽ അത് സെർവറിൽ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റഡ് ആവും. പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കീബോർഡ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. കീബോർഡിന് പകരം, അല്ലെങ്കിൽ കീബോർഡ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതിൽ വിർച്വൽ കീബോർഡ് ഉണ്ടായിരിക്കും. അപ്പൊ വിർച്വൽ കീബോർഡ് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി എന്തെങ്കിലും സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സോ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, ഇൻവിജിലേറ്ററോട് കാര്യങ്ങൾ പറയാം. ഓക്കെ, പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സമയം ഒന്നും തന്നെ നഷ്ടപ്പെടില്ല. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ഫോൾസ് ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുക, അതായത് നിങ്ങൾ 2 ഷിഫ്റ്റിലേക്ക് നിങ്ങൾ അപ്പിയർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ഇംപ്രോപ്പർ കോണ്ടാക്ട് അല്ലെങ്കിൽ മാൽ പ്രാക്ടീസ് ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് കാൻഡിഡേച്ചർ ക്യാൻസൽ ആവും. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക. എക്സാം എക്സാമിന്റെ ടൈം കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് വെളിയിൽ ഇറങ്ങാനായിട്ട്, എക്സാമിനേഷൻ ഹാളിന്റെ വെളിയിൽ ഇറങ്ങാനായിട്ടും സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടത്, അതേപോലെ എപ്പോഴാണ് എക്സാമിനേഷൻ ഹാളിൽ എത്തേണ്ടത്, എക്സാമിനേഷൻ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് അതേപോലെ തന്നെ ചെയ്യാം. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ അടുത്ത വീഡിയോ ഉടനെ തന്നെ ചെയ്യാം. അപ്പൊ ആ വീഡിയോ കൂടെ കണ്ട് നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് തന്നെ എക്സാമിന് പോവുക. താങ്ക് യു.